Cbse ക്ലാസ് 10th മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 10 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രിഗണോമെട്രിക് റേഷ്യോസ്. ആ റേഷ്യോസ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സോ ആദ്യം ട്രിഗണോമെട്രിക് റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടോട്ടൽ 6 ട്രിഗണോമെട്രിക് റേഷ്യോസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ. ഇനി എന്തൊക്കെയാണ് ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഈ ട്രയാങ്കിൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ വരുന്ന ഈ ഒരു എ എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ അവിടെയാണ്. സോ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾസിൻ്റെ ഓരോ ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് എടുക്കുന്നത്. സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക് ആൻഡ് കോട്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതിലിപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ആ തീറ്റയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ ഞാൻ ഓപ്പോസിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ തീറ്റയുടെ തൊട്ട് അടുത്തുള്ള സൈഡിനെ അഡ്ജസൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒബ്വിയസ്ലി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡിനെ ഹൈപ്പോട്ടിനസ് എന്നാണ് പറയുന്നത്. എപ്പോഴും 90 ഡിഗ്രി ആംഗിളുള്ള ഒരു ട്രയാങ്കിൾ, അതിലുള്ള ആംഗിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രിഗണോമെട്രി വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതിനെ ഹൈപ്പോട്ടിനസ്, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഞാൻ ഓപ്പോസിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് തീറ്റയ്ക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ളതിനെ അഡ്ജസൻ്റ് എന്നും എഴുതിയിട്ടുണ്ട്. സോ എങ്ങനെയാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ ഫോമുലയിൽ എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഫോമുല എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് എന്നാണ്. അതായത് ഈ തീറ്റയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്, ആ സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. ഇതാണ് അതിൻ്റെ ഫോമുല. അതുപോലെ എല്ലാത്തിനും ഫോമുലാസ് ഉണ്ട്. കോസ് തീറ്റ ആണെന്നുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. ടാൻ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണ്. കൊസീക് തീറ്റ എന്ന് പറയുന്നത് എളുപ്പം പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈൻ തീറ്റയുടെ നേരെ തിരിച്ചിടുന്നതായിരിക്കും. സൈൻ തീറ്റയിൽ ഹൈപ്പോട്ടിനസ് ബൈ ഓപ്പോസിറ്റ് എന്ന് വരും കൊസീക് തീറ്റ ആകുമ്പോഴത്തേക്കും. അതുപോലെ കോസ് തീറ്റ തിരിച്ചിടുന്നതാണ് സീക് തീറ്റ, ഹൈപ്പോട്ടിനസ് ബൈ അഡ്ജസൻറ്റ് എന്ന് വരും. ടാൻ തീറ്റ തിരിച്ചിടുന്നതാണ് കോട്ട് തീറ്റ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെയാണ് ഫോമുല പഠിക്കാനൊരു എളുപ്പ വഴി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. കൊസീക് തീറ്റ 1 ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. കോസ് തീറ്റ 1 ബൈ സീക് തീറ്റ എന്ന് എഴുതാം. സീക് തീറ്റ 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. ടാൻ തീറ്റ 1 ബൈ കോട്ട് തീറ്റ എന്ന് എഴുതാം. കോട്ട് തീറ്റ 1 ബൈ ടാൻ തീറ്റ എന്ന് എഴുതാം. ഇതൊരു റിലേഷനാണ്. സൈൻ ആൻഡ് കൊസീക്, കോസ് ആൻഡ് സീക്ക് ആൻഡ് ടാൻ ആൻഡ് കോട്ട്. ഇങ്ങനെ നമുക്ക് റിലേഷൻ ഉണ്ട് ട്രിഗണോമെട്രിക് റേഷ്യോസ് തമ്മിൽ. ഇവിടെ ആംഗിൾ തീറ്റ ആയിട്ട് എടുത്തതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്ത ട്രിഗണോമെട്രിക് റേഷ്യോസിലെല്ലാം തീറ്റ ഉപയോഗിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആംഗിളിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വരുന്നത്. ഇപ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഈ ബി സി എന്ന് പറയുന്ന സൈഡ് ഓപ്പോസിറ്റ് ആയത്. അതുപോലെ തന്നെ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഉള്ളതുകൊണ്ടാണ് എ ബി എന്ന് പറയുന്ന അഡ്ജസൻറ്റ് ആയത്. ഹൈപ്പോട്ടിനസ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് അറ്റ് എ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ റൈറ്റ് ആംഗിൾഡ് അറ്റ് എ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. ആൻഡ് ഇഫ് എ ബി ഈസ് ഈക്വൽ ടു 12, എ സി ഈസ് ഈക്വൽ ടു 5, ബി സി ഈസ് ഈക്വൽ ടു 13, ഫൈൻഡ് ഓൾ ദ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ ബി. ആംഗിൾ ബിയുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് 13, 12, 5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ബി, ബി സി, എ സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ്, 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ ബി ആണ്. 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ഏതൊക്കെയാണ്? സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്, കോട്ടാണ്. അത് ഇത്രയും കണ്ടുപിടിക്കണം. ആംഗിൾ എന്തിൻ്റെയാണ്? ആംഗിൾ ബിയുടെ. സോ ആംഗിൾ ബിയുടെ അല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. നേരത്തെ തീറ്റയുടെ കണ്ടുപിടിച്ചതുകൊണ്ടാണ് നമ്മൾ സൈൻ തീറ്റ, കോസ് തീറ്റ എന്ന് പറഞ്ഞു കൊടുത്തത്. സോ ഇവിടെ നമ്മൾ സൈൻ ബി, കോസ് ബി അങ്ങനെയായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഫോമുലയിൽ സൈൻ ബി എന്ന് പറഞ്ഞ, അതായത് സൈനിൻ്റെ ഫോമുല എന്തായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് എന്നായിരുന്നു. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. സോ ഇവിടെ നമ്മൾ സൈൻ ബി കണ്ടുപിടിക്കുമ്പോൾ ആ സൈൻ ബിയുടെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് എടുക്കേണ്ടത്. സൈൻ ബിയുടെ ഓപ്പോസിറ്റ് ഏതാ ഉള്ളത്? ഈ ഒരു സൈഡല്ലേ, അത് എ സി അല്ലേ സൈഡ്. സോ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ബി സി ആണ്. സോ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസിനെയാണ് എ സി ബൈ ബി സി എന്ന് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ എ സിയുടെ വാല്യൂ 5, ബി സിയുടെ വാല്യൂ 13. സോ സൈൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 5/13 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇനി കോസ് ആണെങ്കിൽ അതിൻ്റെ ഫോമുല എന്തായിരിക്കും നോക്കുമ്പോൾ അറിയാം, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ് എന്നായിരിക്കും. അപ്പം ബിയുടെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് ഏതാ?
എ ബി ആണ്. സോ എ ബി ആൻഡ് ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ബി സി ആണ്. സോ എ ബിയുടെ വാല്യൂ 12, ബി സിയുടെ വാല്യൂ 13 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് കോസ് ബി എന്ന് പറയുന്നത് 12/13 എന്ന വാല്യൂ കിട്ടി. അതുപോലെ തന്നെ ടാൻ ബിയുടെ ഫോർമുല എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് എന്നാണ്. സൈൻ ബിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എ സി ആണ്, അഡ്ജസൻ്റ് എന്ന് പറയുന്നത് എ ബി ആണ്. സോ ഇട്ട് കൊടുത്തു 5/12 എന്ന് ആൻസർ കിട്ടി. അപ്പം സൈൻ ബി, കോസ് ബി, ടാൻ ബി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫോർമുല ഉപയോഗിച്ച് തന്നെ അടുത്ത 3 റേഷ്യോസ് കണ്ടുപിടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൊസീക് ബി എന്ന് പറയുന്നത് സൈൻ ബിയുടെ തിരിച്ചിട്ടാൽ മതി എന്നുള്ളത്. അപ്പം കൊസീക് ബി എന്ന് പറയുന്നത് സൈൻ ബി തിരിച്ചിടുമ്പോൾ 5/13 തിരിച്ചിടുമ്പോൾ എന്താവും? 13/5 ആവും. സോ നമുക്ക് ആ ട്രിഗണോമെട്രിക് റേഷ്യോസിലെ ആ ഫോർമുലാസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ സൈൻ ബി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊസീക് ബി എന്ന് പറയുന്നത് തിരിച്ചിട്ടാൽ മതി. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ കൊസീക് ബിയുടെ ഫോർമുല എന്ന് പറയുന്നത് ഹൈപ്പോട്ടിനിയസ് ബൈ ഓപ്പോസിറ്റ് ആണ്. ഹൈപ്പോട്ടിനിയസ് എന്ന് പറയുന്നത് 13 ആണ് ആൻഡ് ബിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് AC 5 ആണ്. സോ അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ സീക്കാണെങ്കിൽ എന്തിന് തിരിച്ചിടുന്നതാണ്? കോസ് ബിയെ തിരിച്ചിടുന്നതാണ്. 12/13 ആകുമ്പോൾ 13/12 ആവും. അപ്പം ടാൻ ബി കോഡ് ബി ആയിട്ടും അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ 5/12 ആണ് ടാൻ ബി എങ്കിൽ കോഡ് ബി എന്തായിരിക്കും? 12/5 ആയിരിക്കും. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസ് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആംഗിൾ ബിയുടേത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രോബ്ലംസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് എ, റൈറ്റ് ആംഗിൾ അറ്റ് എ അല്ല, റൈറ്റ് ആംഗിൾ അറ്റ് ബി ആണ്, മിസ്റ്റേക്ക് ആണ്. റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി, if AB is equal to 4, BC is equal to 3, find all the 6 trigonometric ratios of A. ആംഗിൾ എയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ആംഗിളിൻ്റെ ആണ്. ഓക്കെ, ആൻഡ് റൈറ്റ് ആംഗിൾ അറ്റ് ബി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ തന്നിരിക്കുന്ന 2 മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, 4ഉം 3ഉം. അപ്പോൾ ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിനസിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പോട്ടിനസിൻ്റെ വാല്യൂ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടിനസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, 2 സൈഡ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറം ഏതാണ്? പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ് പൈതഗോറസ് തിയറം പറയുന്നത്. സോ ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത് AC ആണ്, ബേസ് AB ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് BC. സോ AC സ്ക്വയർ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. അതിൽ AC എന്ന് പറയുന്നത് സ്ക്വയർ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് റൂട്ട് ആവും. സോ ഫോർമുല AC ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. അതൊക്കെ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്നതാണ്. സോ AB എന്ന് പറയുന്ന 4ഉം BC എന്ന് പറയുന്ന 3ഉം കിട്ടിയിട്ടുണ്ട്, ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ അത് സോൾവ് ചെയ്യുമ്പം AC എന്ന് പറയുന്ന വാല്യൂ 5 എന്ന് വരും. സോ നമുക്കിവിടെ 5 എന്ന് കിട്ടും. ഒരു ട്രയാങ്കിൾ ഫുൾ മെഷർമെൻറ്റ് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, 3ഉം കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് സൈൻ എ, കോസ് എ, ടാൻ എ, കൊസീക്ക് എ, സീക്ക് എ, കോട്ടെ കണ്ടുപിടിക്കാമല്ലോ യൂസിങ് ഫോർമുലാസ്. ഫോർമുലാസ് ഉപയോഗിച്ച് ആദ്യത്തെ 3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് ലാസ്റ്റ് 3 കണ്ടുപിടിക്കാനായിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സൈൻ എ ഇസ് ഈക്വൽ ടു 1/3 ഇവാലുവേറ്റ് കോസ് എ കൊസീക്ക് എ പ്ലസ് ടാൻ എ സീക്ക് എ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു ട്രിഗണോമെട്രിക് റേഷ്യോയുടെ വാല്യൂ 1/3, അതായത് സൈനയുടെ വാല്യൂ 1/3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ് എ കൊസീക്ക് എ പ്ലസ് ടാൻ എ സീക്ക് എന്ന് പറയുന്നത് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ട്രിഗണോമെട്രിക് വാല്യൂ കൊണ്ട് കോസ് എ കണ്ടുപിടിക്കണം, കൊസീക്ക് എ കണ്ടുപിടിക്കണം, ടാൻ എ കണ്ടുപിടിക്കണം, സീക്ക് എ കണ്ടുപിടിക്കണം. ഈ 4 ട്രിഗണോമെട്രിക് റേഷ്യോസും കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഈ ഒരു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ സൈൻ എ ഈസ് ഈക്വൽ ടു 1/3 അത് എഴുതി. സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. സൈനിൻ്റെ ഫോർമുല ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്, ആദ്യം പറഞ്ഞിരുന്നു. അത് 1/3 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1ഉം എ ആണല്ലോ, എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1ഉം ഹൈപ്പോട്ടിനസ് എന്ന് 3 ആണ് തന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓപ്പോസിറ്റ് 1 ആൻഡ് ഹൈപ്പോട്ടിനസ് 3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 സൈഡും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അതായത് ഇപ്പോൾ കോസ് എ കണ്ടുപിടിക്കണമെങ്കിൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ് ഫോർമുല. സോ നമുക്ക് അഡ്ജസൻറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല, എയുടെ അഡ്ജസൻറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 1ഉം 3ഉം ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 3ാമത്തെ സൈഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബൈ യൂസിങ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറത്തിൽ AC സ്ക്വയർ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് എഴുതുന്നു. ആൻഡ് അതിൽ AB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു ഫോർമുല റൂട്ട് ഓഫ് AC സ്ക്വയർ മൈനസ് BC സ്ക്വയർ എന്ന് കിട്ടുന്നു. ആൻസർ √8 എന്ന് കിട്ടും. √8 നമുക്ക് √8 എന്ന് തന്നെ ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2√2 എന്ന് ആക്കുകയും ചെയ്യാം. 8നെ 2 4 2 2. ഇപ്പോൾ റൂട്ടിനകത്ത് 2 × 2 × 2 എന്ന് വരും. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം?
2√2 എന്ന് എഴുതാം. ഇങ്ങനെയാണ് √8 2√2 ആയത്. ഓക്കെ, അങ്ങനെ എ ബി കിട്ടിക്കഴിഞ്ഞാൽ എ ബി നമ്മുടെ കയ്യിലുണ്ട്, 2√2 എന്ന് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ് എ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസൻറ്റ് 2√2 ആണ്, ഹൈപ്പോട്ടനസ് 3 ആണ്. സോ അത് കിട്ടും. കൊസീക്ക അതുപോലെ തന്നെ സൈൻ എ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊസീക്ക എന്തായിരിക്കും? തിരിച്ചിടുന്നതായിരിക്കും, 3/1 ആയിരിക്കും. അതുപോലെ ടാൻ എ കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ഉണ്ട്, അഡ്ജസൻറ്റ് 2√2 എന്ന് കിട്ടി. അങ്ങനെ ടാൻ എ കിട്ടും, സി കെയും കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ആൻസറും കിട്ടും. ഇങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് സീക്ക് ആൽഫ ഇസ് ഈക്വൽ ടു 5/4 ഇവാലുവേറ്റ് 1 മൈനസ് ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ ആൽഫ. ഇവിടെ നമ്മൾ നേരത്തെ തീറ്റ ഉപയോഗിച്ചതിന് പകരം ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിൾ വന്നതേ ഉള്ളൂ. ചിലർക്ക് ഇത് വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വരാം, ആൽഫ വന്നതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. ഒന്നുമില്ല, നമ്മൾ നേരത്തെ തീറ്റ എഴുതിയതിന് പകരം ആൽഫ എന്ന് വന്നു. ഞാനിപ്പോൾ ജസ്റ്റ് നെയിം ABC എന്ന് കൊടുത്തു, അതൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ആൽഫ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ആൽഫ ആൻഡ് സീക്കിൻ്റെ ഫോമുല എന്ന് പറയുന്നത് ഹൈപ്പോട്ടിനസ് ബൈ അഡ്ജസൻറ്റ് ആണ്. സോ 5/4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പോട്ടിനസ് 5 ആണ്, അങ്ങനെയാണ് ഹൈപ്പോട്ടിനസ് 5 എന്ന് എഴുതിയത്. അതുപോലെ അഡ്ജസൻറ്റ് 4 ആണ്. അപ്പോൾ ആൽഫയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. സോ അത് 4 എന്ന് എഴുതി. അങ്ങനെയാണ് 5ഉം 4ഉം വന്നത്. നമുക്ക് ടാൻ ആൽഫ ആണ് വേണ്ടുന്നത് അല്ലേ ആ ഒരു ഇക്വേഷൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ടാൻ ആൽഫയുടെ ഫോമുല എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണ്. സോ നമുക്ക് ഈ ആൽഫയുടെ ഓപ്പോസിറ്റ് നമ്മുടെ കയ്യിലില്ല. സോ അത് കണ്ടുപിടിക്കണം. അഡ്ജസൻറ്റ് 4 നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. പൈതഗോറസ് തിയറം വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ BC ആണ് ഓപ്പോസിറ്റ് ഉള്ളത്, അത് കണ്ടുപിടിക്കും. √9 3 ആയിരിക്കും ആൻസർ വരുന്നത്. സോ നമുക്കതിൽ ആൻസർ 3 എന്ന് വരും. പിന്നെ ടാൻ ആൽഫ കണ്ടുപിടിക്കുക, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്, 3/4 എന്ന് വരും. ടാൻ ആൽഫ 3/4 എന്ന് വന്നാൽ ഇതാണ് ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നത്. ടാൻ ആൽഫയിൽ 3/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോൾവ് ചെയ്യുമ്പോൾ 1/7 എന്ന ആൻസർ വരും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ തരുവാണെന്നുണ്ടെങ്കിൽ ബാക്കി ട്രിഗണോമെട്രിക് റേഷ്യോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾ അറ്റ് B നേരത്തെ ചെയ്താണ്. ഒരു ട്രയാങ്കിളിൻ്റെ 2 വാല്യൂസ് തരും, ബാക്കി വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് സൈൻ എ കണ്ടുപിടിക്കണം, കോസ് എ കണ്ടുപിടിക്കണം, സൈൻ സി കണ്ടുപിടിക്കണം, കോസ് സി കണ്ടുപിടിക്കണം. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇഫ് സൈൻ എ ഈസ് ഈക്വൽ ടു 9/41 ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ, ബാക്കി കോസ് എ ടാൻ എ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ബാക്കി ക്വസ്റ്റ്യനും ഇപ്പം 15 cot A ഈസ് ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. 15 cot A ഈസ് ഈക്വൽ ടു 8 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ എ സി കെ കണ്ടുപിടിക്കാം. അപ്പോൾ കോട്ട് എ എന്ന് പറയുന്നത് എന്ത് വരും? അപ്പം 15 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 8/15 എന്ന് വരും. ഇത്രയേ ഉള്ളൂ അതിൽ ഒരു ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. ഇത് ചെയ്തിട്ട് ബാക്കി കോട്ട് നമ്മുടെ കയ്യിലുണ്ട്, സൈൻ എ സി കെ കണ്ടുപിടിക്കാം. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത കണക്കൊരു ട്രയാങ്കിളിൻ്റെ കാര്യം തരുന്നതാണ്. റൈറ്റ് ആംഗിൾ അറ്റ് Q എന്ന് പറയുന്നുണ്ട്, ട്രയാങ്കിൾ വരയ്ക്കുക. Q ആണ് റൈറ്റ് ആംഗിളുടെ. അപ്പോൾ സോ Pയും Rഉം ഇങ്ങനെ ആയിരിക്കും വരിക. 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്, RQ 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈൻ P സൈൻ R സി പി സീക്ക് ആർ കണ്ടുപിടിക്കാം.